ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ. ഹരി ഓം. ശ്രീരാമ പട്ടയാഭിഷേകം അത്ര ചുരുക്കി പറയേണ്ട ഒരു ടോപ്പിക്കല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രാമായണത്തിൽ. അതുകൊണ്ട് കുറച്ച് പറയണം എന്ന് തോന്നി. ഘോഷയാത്ര അവസാനിച്ച് രഥങ്ങളിൽ നിന്നും എല്ലാവരും ഇറങ്ങി അഭിഷേകവേദിയിലുള്ള ആ രത്നസിംഹാസന പീഠങ്ങളിൽ രാമനും സീതയും സദസ്സിനെ വണങ്ങി ഉപവിഷ്ടരായി. വിഭീഷണൻ വെഞ്ചാമരം വീശി, വാമദേവൻ, വാൽമീകി, ഗൗതമൻ, ഭരദ്വാജൻ, മറ്റെല്ലാ മുനികളും അഭിഭാഷകവേദിക്കടുത്ത് മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. പരിമളധൂമങ്ങൾ ഉയർന്നു. വസിഷ്ഠൻ പുണ്യവൈദിക ബ്രാഹ്മണരുടെ വേദമന്ത്രോച്ചാരണ നാദബ്രഹ്മത്തിൽ ലയിച്ച് ധ്യാനിച്ച് അഭിഷേക തീർത്ഥം നിറഞ്ഞ സുവർണ പൂർണ്ണകുംഭം കയ്യിലെടുത്തു. രാമഭദ്രന്റെ പട്ടാഭിഷേക മഹൽ കർമ്മം കാണുവാൻ ദേവഗന്ധർവ കിംപുരുഷ സിദ്ധ ധാരണാദി സർവവാനവൃന്ദങ്ങളും വാനത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. 1000 ആദിത്യന്മാരുടെ പ്രഭയോടെ സദസ്സിൽ ഭദ്രദീപങ്ങൾ അങ്ങനെ പ്രകാശിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം അയോധ്യയിൽ കണ്ടില്ലേ, അതേമാതിരി തന്നെ. ആ സമയം ഭരതൻ സുഗ്രീവനെയും വിഭീഷണനെയും ഗുഹനെയും നോക്കി പറഞ്ഞു, ആചാര്യ വസിഷ്ഠ മഹർഷിയുടെ പ്രഥമ അഭിഷേക കർമ്മം കഴിഞ്ഞാൽ അടുത്ത കുംഭം സുഗ്രീവനും, പിന്നത്തെ കുംഭം വിഭീഷണനും, 4ാമത്തെ കുംഭം ഗുഹനും എടുത്ത് ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യണം. ജാതി വ്യത്യാസമൊക്കെ നിരർത്ഥകമാണ് എന്ന് ഈ ശ്രീരാമ പട്ടാഭിഷേകം കൊണ്ട് നമുക്ക് ലോകത്തെ ധരിപ്പിക്കണം. വസിഷ്ഠൻ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. രാമേന്ദ്രന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു വെൺചന്ദ്രിക തന്നെ ഉദിച്ചു. ജ്യോതിഷി ദിവ്യമുഹൂർത്തമായി എന്ന് അറിയിച്ചു. വേദോച്ചാരണങ്ങൾ പൂർവാധികം ഉച്ചത്തിൽ മുഴങ്ങി. ബ്രഹ്മപുത്രൻ നമ്മുടെ വസിഷ്ഠ മഹർഷി കുലഗുരു ത്രിമൂർത്തികളെയും ത്രിദേവികളെയും അഷ്ടദിക്പാലന്മാരെയും 33 കോടി ദേവതകളെയും വിഘ്നേശ്വരനായ ഗണനാഥനെയും ദേവാചാര്യനായ ബൃഹസ്പതിയെയും എല്ലാവരെയും ധ്യാനിച്ച് സാക്ഷ്യപ്പെടുത്തി അഗ്നിഭോഗനെ കർമ്മസാക്ഷിയാക്കി നിർത്തി രഘുപതി ശ്രീരാമചന്ദ്രനെ അയോധ്യാധിപതിയായി പുണ്യതീർത്ഥത്താൽ പട്ടാഭിഷേകം ചെയ്തു. ആ സമയം ആകാശത്തു നിന്നും ദേവകൾ ഇടവിടാതെ പുഷ്പവൃഷ്ടി നടത്തി. അടുത്ത കുംഭം അർക്കാത്മജനെ കൊണ്ട് എടുത്ത് ശ്രീരാമമൗലിയിൽ ഭക്തിപൂർവ്വം അഭിഷേകം ചെയ്തു, കോൾമയിർ കൊണ്ടു. 3ാമത്തെ കുംഭം വിഭീഷണും 4ാമത്തെ കുംഭം ഗുഹനും എടുത്ത് മഹർഷിമാരെയും ബ്രാഹ്മണന്മാരെയും മഹാസദസ്സിനെയും എല്ലാവരെയും വണങ്ങി ദാശരഥിയുടെ ശിരസിൽ ഭക്തിയോട് പുണ്യാഭിഷേകം ചെയ്തു. അവര് തീർത്തും അർഹമായ ഒരു പ്രവൃത്തിയാണോ ഞങ്ങൾ ചെയ്യുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പുറത്ത് കാണിച്ചില്ല. മന്ത്രജപങ്ങളാൽ പൂജിക്കപ്പെട്ട ഈ 1008 പൊൻകലശങ്ങളിലെ പുണ്യതീർത്ഥങ്ങളാൽ പിന്നീട് രഘുനാഥൻ അഭിഷിക്തനായി. ആ അവസരത്തിൽ സുഗ്രീവനും വിഭീഷണനും വെഞ്ചാമരങ്ങൾ വീശി, ശത്രുഘ്നൻ ശ്വേതാപത്രം പിടിച്ചു, ഭരതലക്ഷ്മണന്മാർ അഗ്രജന്റെ പിറകിൽ നിന്നു, ജാനകീദേവി വാമഭാഗത്ത് ഉപവിഷ്ടയായി, ഹനുമാൻ, ജാമ്പവാൻ തുടങ്ങിയ ഭക്തവാനരന്മാർ മുമ്പിൽ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു. അങ്ങനെ ശ്രീരാമപട്ടാഭിഷേകം ലോകത്തിലെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം അത്ര ഗംഭീരമായി ആഘോഷമായി നടന്നു. രാമാഭിഷേകത്തിന് സമം രാമാഭിഷേകമല്ലാതെ മറ്റൊന്നില്ല എന്ന് തെളിയിച്ചു. ആ സമയം ഇന്ദ്രൻ ഇന്ദ്രാണിയുമായി മറ്റാർക്കും കാണാൻ പാടില്ലാത്ത വിധം രാമേന്ദ്രസ്വാമിയുടെയും ജാനകീദേവിയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രത്നോജ്വലമായ ഒരു ദിവ്യഹാരം ദേവേന്ദ്രൻ രാമഭദ്രന്റെ ഗളത്തിൽ അണിയിച്ചു. ഇന്ദ്രാണി ഒരു കൽപ്പക മലർമാല്യം സീതാദേവിയുടെ കഴുത്തിലും ചാർത്തി. പട്ടാഭിഷേക മഹോത്സവം കഴിഞ്ഞ് അതിന് വന്നവരായ എല്ലാവരും പിരിഞ്ഞു. മഹർഷിമാരും മഹീശ്വരന്മാരും രാമൻ ദ്രവ്യദാനം ചെയ്ത് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി. ബന്ധുമിത്രാദികൾ, വിമാനത്തിൽ കൂടെ വന്ന അതിഥികളും മാത്രം അവശേഷിച്ചു. 2 മാസം അവരൊക്കെ അയോധ്യയിൽ ആനന്ദത്തോടുകൂടി താമസിച്ചു. അതിനിടയിൽ ഋഷ്യശൃംഗമുനി അവിടെ എഴുന്നള്ളി സീതാരാഘവന്മാരെ അനുഗ്രഹിച്ച്
ഓർമ്മയുണ്ടല്ലോ വിശേഷം ഇങ്ങനെ പഴയ പുത്രകാമേഷ്ടിയുടെ ശാന്തയും കൂട്ടിക്കൊണ്ട് തിരിച്ചുപോയി. 2 മാസം കഴിഞ്ഞ് അതിഥികളെല്ലാവരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി. ആ സമയം കണ്ണുനീരിൽ വല്ലാതെ വിഷമിച്ച എല്ലാവരും ഇടർന്ന ഘട്ടങ്ങളോടുകൂടിയാണ് നിന്നത്. യാത്രോദ്യുക്തനായി തൊഴുതുകൊണ്ട് നിന്ന സുഗ്രീവനെ അടുത്ത് വിളിച്ച് രാമഭദ്രൻ പറഞ്ഞു, സഖേ, എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ അങ്ങയെ പരിഗണിക്കുന്നു. നോക്കൂ, ആ ഒരു സ്നേഹം ചിന്തിക്കാൻ പറ്റുമോ? എന്താണ് അബണ്ടൻസ് ഓഫ് അഫെക്ഷൻ. അങ്ങേ വിട്ടുപിരിയാൻ എനിക്കും വലിയ മനസ്താപമുണ്ട്. അങ്ങ് ഒരു രാജാവല്ലേ, പരതന്ത്രനാണ്, പോകാതിരിക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തങ്ങളില്ലേ? കിഷ്കിന്ധ അയോധ്യ രാജകുമാരന് അഭയമരുളിയ പുണ്യഭൂമിയാണ്, ഒരിക്കലും മറക്കില്ല കാര്യം. എന്റെ ഭക്തന്മാരായ വാനരന്മാരെ സംരക്ഷിച്ചുകൊണ്ട് രുമയോടും താരയോടും കൂടി ആനന്ദസമന്വിതം ക്ഷേമ ഐശ്വര്യങ്ങളോടെ അങ്ങായ രാജ്യാധിപതിയായി നീളാൾ വാഴട്ടെ. അങ്കദനെയും യുവരാജാവായി തന്നെ അങ്ങ് കാണണം. അവനൊരിക്കലും ഒട്ടും വേദനിപ്പിക്കരുത്. സ്വന്തം മകനെ പോലെ കാണണം. പിന്നീട് അങ്കദനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സുഗ്രീവനോട് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹത്തെ സ്വന്തം പിതാവായി തന്നെ നീ കരുതണം. കിഷ്കിന്ധക്ക് നീ ഒരു വലിയ നേട്ടമാണ്. നീ യുവരാജാവാണെങ്കിലും സർവ്വ അധികാരങ്ങളും നിനക്കുണ്ടായിരിക്കും. അത് നിനക്ക് എപ്പോഴെങ്കിലും വിഷമം വരുമ്പോ നീ എന്നെ വന്ന് കാണണം. നിങ്ങൾക്ക് 2 പേർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇവിടൊക്കെ എന്താ ആ അന്തരീക്ഷം ആലോചിച്ചു നോക്കൂ, എന്താ സ്നേഹം, അതിന്റെ ആ ബോണ്ട്. രാമേന്ദ്രൻ രത്നവർണ്ണോജ്വലങ്ങളായ സ്വർണഹാരങ്ങളും പട്ടാമ്പരങ്ങളും ഒക്കെ നൽകി ഈ സൂര്യപുത്രൻ സുഗ്രീവനെയും അങ്കദനെയും നല്ലപോലെ സന്തോഷിപ്പിച്ചു. വിശേഷവിധിയായി അങ്കദന് 2 തോൾവളകളും കൂടി സമ്മാനിച്ചു. അന്ന് അതൊരു പ്രധാന ഐറ്റമാണ് ഈ തോൾവള, കേയൂരം. പിന്നീട് വിഭീഷണ വിളിച്ച് അടുത്ത് നിർത്തി തോളിൽ തടവിക്കൊണ്ട് സ്നേഹപൂർവ്വം പറഞ്ഞു, ഇന്നാണെങ്കിൽ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കും. അതിന് പകരം അക്കാലത്ത് അതാണ്. ലങ്ക വിഭീഷണോട് പറയാണ്, ഭൂലോകത്തിനൊരു തിലകമാണ് ഈ ലങ്ക. അങ്ങയുടെ ഭരണകാലത്ത് സർവ്വ ഐശ്വര്യ സമൃദ്ധമായി തീരട്ടെ. അങ്ങയുടെ ഭക്തി ധർമാദികളാൽ രാക്ഷസന്മാര് എല്ലാ ദുഷ്ടതയും വെടിഞ്ഞ് ചിത്തശുദ്ധി ഉള്ളവരായി ധർമ്മിഷ്ഠരായി ഭവിക്കും. രാക്ഷസരാജ്യം എന്നുള്ള പേര് ലങ്കയിൽ നിന്ന് പോകും. ചിരകാലം അങ്ങ് ലങ്കാധിപതിയായി വാഴുക. അങ്ങനെ ഒരു വരം തന്നെ അദ്ദേഹത്തിനും ബ്രഹ്മാവിൻ്റെതുണ്ട് താനും നേരത്തെ. ഞാൻ അങ്ങയെ ഒരിക്കലും മറക്കുകയില്ല. ഏതാവശ്യം വന്നാലും ഞാൻ അങ്ങയെ ക്ഷണിക്കാം, അങ്ങ് വരണം. നാം തമ്മിലുള്ള മൈത്രി ബന്ധം സുദൃഢമായിരിക്കണം എന്നും. അങ്ങനെ ഒരിക്കലും മറക്കരുത്. എന്റെ ധർമ്മപത്നി സീതയെ ലങ്കയിലെ അശോകവനത്തിൽ കാത്തു സൂക്ഷിച്ച് വേണ്ട സാന്ത്വനങ്ങളൊക്കെ നൽകിയ അങ്ങയുടെ പുത്രി ത്രിജട, അങ്ങയുടെ ധർമ്മതാരങ്ങൾ ഒരിക്കലും ഇതൊന്നും മറക്കാനാവില്ല. ഒരിക്കലും ഈ കടം ഒരിക്കലും തീർക്കാനാവില്ല. കുപ്പയിലെ ഒരു മാണിക്യമാണ് ആ ത്രിജട. പുത്രിയോടും ധർമ്മതാരങ്ങളോടും കൂടി അങ്ങ് തിരിച്ചു പോവുക. ഇപ്രകാരം പറഞ്ഞ് വിഭീഷണം വേണ്ട രത്ന സ്വർണ ഒക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ അവരെ യാത്രയാക്കി. പിന്നെ അദ്ദേഹം വിളിക്കുന്ന ഗുഹനെയാണ് അടുത്ത് വിളിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒട്ടുമൊരു ഭേദബുദ്ധി ഇല്ല ശ്രീരാമന്. ഹേ ശൃംഗിവരാധിപ, അങ്ങ് ജാതിയിൽ നിഷേധനാണെങ്കിലും അങ്ങെന്റെ സ്വന്തം സഹോദരനാണ്. എനിക്ക് വേടനെന്നോ മറ്റൊന്നോ ഒരു വ്യത്യാസവും. എനിക്ക് ഭക്തിയും സ്നേഹമുള്ളവന് ആര് തന്നെയായാലും ചിത്തശുദ്ധിയുള്ള നല്ല മനുഷ്യരാരായാലും എന്നോട് ചേരുന്നവർ ചേരേണ്ടവരാണ്. ഗുഹ, അങ്ങ് സന്തോഷമായി പോകൂ. അങ്ങക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുമോ അപ്പം അങ്ങക്ക് ഇവിടെ വരാം. അയോധ്യ രാജധാനി അങ്ങക്ക് എപ്പോഴും സ്വാഗതാർഹമാണ്. അങ്ങൊരിക്കലും ഒരു ഭേദബുദ്ധി ചിന്തിക്കരുത്, ജാതിഹീനത്വത്തെക്കുറിച്ച് ചിന്തിക്കരുത്. എല്ലാ മനുഷ്യരും ഒരു ജാതി തന്നെയാണ്. ജാതികൾ തമ്മിൽ ഉത്കർഷയോ അപകർഷയോ അല്ലെങ്കിൽ ഉച്ചനീചത്വമോ ഒട്ടുമില്ല. അജ്ഞത മൂലമാണ് ഇതൊക്കെ തോന്നുന്നത്. അതിനെ അധിഷ്ഠാനമാക്കി ഭരതൻ അങ്ങയെ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യിച്ചത് മറന്നോ? ബ്രഹ്മപുത്രനും ബ്രഹ്മർഷിമുഖനുമായ വസിഷ്ഠനും വാനരനായ സുഗ്രീവനും രാക്ഷസനായ വിഭീഷണനും നിഷാദനായ ഗുഹനും തമ്മിൽ എന്ത് വ്യത്യാസം? യാതൊരു വ്യത്യാസവുമില്ല. ഒരേ പരമാത്മാവല്ലേ എല്ലാവരും വിളങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഒന്ന് കെട്ടിപ്പിടിച്ച്
ഗുഹന് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്രയാക്കുന്ന രംഗം ആരുടെയും കണ്ണു നനക്കുന്ന രംഗമാണത്. പിന്നെ സുമിത്രയുടെ പിതാവ് വന്നിട്ടുണ്ട് ഈ മംഗളകർമ്മത്തിന്, കാശിരാജൻ. അദ്ദേഹത്തിന്റെ പാദങ്ങളെ സീതയും രാമനും ചെന്ന് വണങ്ങി അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കും അർഹമായ പാരിതോഷികങ്ങളൊക്കെ നൽകി അവരെയും യാത്രയാക്കി. ലക്ഷ്മണ ശത്രുഘ്നന്മാർ കുറെ ദൂരം ഈ മാതാമഹനെ അനുഗമിച്ചു പോകുന്നുണ്ട്. അതാണ് പഴയ രീതി. മര്യാദാ പുരുഷോത്തമനാണ് രാമൻ. അതെല്ലാ കാര്യത്തിലും അത് കാണിക്കും. രാജാവായി യുധാജിത്തിനെയും ഏറ്റവും ഭക്തി ബഹുമാന ആദരവുകളോടുകൂടി രാമഭദ്രൻ യാത്രയാക്കി. അദ്ദേഹത്തിനും ബന്ധുമിത്രാദികൾക്കൊക്കെ വിലയേറിയ പല പാരിതോഷികങ്ങൾ നൽകി കുഞ്ഞേ നീ രഘുകുല തിലകമായി ചിരകാലം ഈ ജാനകിയൊത്ത് വാഴുക എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. യാത്രാവസരത്തിൽ സഹോദരിയായ കൈകേയിക്കും ചില ഉപദേശങ്ങൾ അദ്ദേഹം നൽകി. കുറെ ദൂരം ഭരതശത്രുഘ്നന്മാരും മാതുലിന്റെ കൂടെ പിന്നെ അനുയാത്ര ചെയ്തു. ഒടുവിൽ ജനകമഹാരാജാവിന്റെ യാത്രയപ്പാണ്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സീതയും രാമനും ചെന്ന് നമസ്കരിച്ചു. മൈഥിലിയെ കൊണ്ട് വിലയേറിയ പട്ടാമ്പരങ്ങളും ആഭരണങ്ങളും ദ്രവ്യങ്ങളും ഒക്കെ രാമൻ അദ്ദേഹത്തിന് കൊടുപ്പിച്ചു. ആ സമയം ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരായ മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തി അവരെയൊക്കെ അച്ഛനാണല്ലോ, അവരെല്ലാം 4 പുത്രിമാരും മാറി മാറി മടിയിൽ പിടിച്ചിരുത്തി ഓമനിച്ച് ആശ്ലേഷിച്ച് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി. ജാമാതാക്കളായ 4 പേരും അദ്ദേഹം ആശീർവദിച്ചു എല്ലാവരെയും. എന്നിട്ട് പറയാണ്, മകനെ നീ ലോകോത്തര മഹാപുരുഷനായി തീരട്ടെ. രാമനെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കാണ്. മക്കളോടും ജാമാതാക്കളോടും ജനക മഹീപതി പ്രകടിപ്പിച്ച വാത്സല്യങ്ങൾ കാണികളിൽ വല്ലാത്ത രോമാഞ്ചം ഉളവാക്കി. ഈ ജനകനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാതെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു ജീവൻ മുക്തനാണ്, ഒരു സാധാരണ മനുഷ്യരല്ല, ഒരു വലിയ ജ്ഞാനിയുമാണ്. എല്ലാ ബന്ധുരാജാക്കന്മാരോടും പ്രശസ്ത അതിഥികളോടും ഈ ശ്രീരാമേന്ദ്രൻ യാത്ര പറഞ്ഞ് അന്തിമരംഗം സമാഗതമായി രാമൻ തന്റെ കണ്ഠത്തിൽ കിടന്ന ഒരു വൈരമാല ഊരി വൈദേഹിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടമുള്ള ആളിന് ഇത് നീ സമ്മാനിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് ജാനകി ആ വിശിഷ്ട വൈരഹാരം തന്റെ കയ്യിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് ആര്യപുത്രനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പലരുടെയും മ്ലാനവദനങ്ങളിലും മാറി മാറി അവലോകനം ചെയ്തതിന് ശേഷം നിഷ്കമ്പനായി ധ്യാനത്തിൽ മുഴുകിയെന്ന ഹനുമാനെ നോക്കി ആഞ്ജനേയ എന്ന് വിളിച്ചു. ആ ഭക്തൻ ധ്യാനത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സീതാദേവിയുടെ തിരുമുമ്പിൽ വന്ന് ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്നു. വാത്സല്യമേറിയ അമ്മ തന്റെ ഓമന മകന്റെ കഴുത്തിൽ എന്ന പോലെ ജനകാത്മജ ആ മോഹരത്നഹാരം ആ വായുപുത്രന്റെ കഴുത്തിൽ അരുമയോടെ അണിയിച്ചു. അതുകൊണ്ട് ആ സദസ്സാകെ ഹർഷാരവം മുഴക്കി. രാമൻ പ്രപഞ്ചന തനയ, നിനക്ക് എന്ത് വരം വേണം ചോദിച്ചോളൂ. ഞാനെങ്കിൽ നിന്നെ ഒരു മാല അണിച്ചില്ലേ, ഞാൻ നിനക്കൊരു വരവും തരാം. അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറയുന്നത്, പ്രഭോ സ്വാമൻ, അടിയൻ ഒരു വരവും വേണ്ട. നിന്തിരിപടിയുടെ നാമവും ചരിതവും ഭൂമിയിൽ കീർത്തിക്കപ്പെടുന്ന കാലത്തോളം അത് കേട്ട് ആനന്ദിക്കാൻ അടിയന് കണിമാറാകണം. അതിനുവേണ്ടി അത്രയും കാലം അടിയനും ഭൂമിയിൽ ജീവിക്കുമാറാകണം. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രം തന്നാ മതി അടിയന്. രാമൻ പറയുന്നു, എന്റെ നാമം ഒഴിയിൽ വിസ്മൃതമാകാതിരിക്കുന്ന കാലത്തോളം ഹേ ഭക്തോത്തമ ആഞ്ജനേയ, നീയും ഭൂതലത്തിൽ വാഴും. പാഖണ്ഡന്മാർ വർദ്ധിച്ച് അതിനെന്ന അപകർഷതയുണ്ടാക്കുന്നുവോ അന്ന് നീ ബ്രഹ്മസായുജ്യ പദവും നേടിക്കൊള്ളൂ. ഞാൻ എപ്പോൾ നിന്നെ കാണുവാൻ മനസ്സിൽ നിനക്കുന്നുവോ അപ്പോൾ നീ എന്റെ സന്നിധാനത്തിൽ വരണം. രാമഭദ്രനെയും സീതാദേവിയെയും താണ് വീണ് നമസ്കരിച്ച് വിടവാങ്ങിക്കൊണ്ട് ആ ഭക്തൻ തൊഴുകയോടെ പിറകോട്ട് നടന്നു അങ്ങനെ അപ്രത്യക്ഷനായി. ഹനുമാൻ തപസ് ചെയ്യാനായി ഹിമാലയ സാനുവിലുള്ള ഗന്ധമാദനത്തിലെ കദളിവനത്തിലേക്കാണ് പുറപ്പെട്ടത്. ആ ഭക്തന്റെ യാത്ര കണ്ട് സീതയുടെ കണ്ണുകളിൽ അങ്ങനെ കുടുകുടാ വെള്ളം നിറഞ്ഞു. മാരുതിരി പോയതിന് മൈഥിലി എന്തിനു കരയണു നമുക്ക് തോന്നും. എന്താണ് ആ ബന്ധം, എന്താണ് ആ സ്ഥിതി, ഏത് ഘട്ടത്തിലാണ് ഹനുമാൻ ദേവിയെ കണ്ടതൊക്കെ ലങ്കയിൽ ഓർമ്മയുണ്ടോ?
പിന്നീട് ജാനകിയും രാഘവനും അനുജന്മാരോടുകൂടി അന്തഃപുരത്തിൽ പ്രവേശിച്ചു. അവിടെ സരമ, ത്രിജട, രുമ, താര. സരമയെ ഓർമ്മയുണ്ടോ? സരമയുടെയൊക്കെ വലിയ പശ്ചാത്തലമുണ്ട് സരമക്ക്. ത്രിജടയുടെ അമ്മ, രുമ, താര, മഹിളാമണികൾ പിന്നെ യാത്രക്ക് തയ്യാറായി നിൽക്കുക, അനുവാദം ചോദിച്ചുകൊണ്ട്. വേർപാടിന്റെ വേദന അവരുടെ മുഖത്ത് വല്ലാതെ നിലച്ചിരുന്നു. കാരണം ത്രിജട എത്രമാത്രം സീതക്ക് സാന്ത്വനം കൊടുത്ത ആരാണ്. ഈ സരമയും അതെ. സീത അവരോടെല്ലാവരിലോടും അതീവ ദുഃഖത്തോടെ യാത്ര പറഞ്ഞു. ഇനിയും തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. പ്രാണേശ്വരൻ രാമേന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് വൈദേഹി അവർക്കെല്ലാവർക്കും വിശിഷ്ട സമ്മാനങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും ഒക്കെ സമ്മാനിച്ചു. വേണ്ടത്ര. ത്രിജട സീതയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് അതിനെ ചുംബിച്ചുകൊണ്ട് ഗദ്ഗത കണ്ഠയായി വിടാൻ കഴിയാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ദേവി, ഞാനും പോവട്ടെ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം നമ്മൾ കണ്ടുമുട്ടുമോ? എന്നെ ദേവി മറക്കുമോ? അവളെ കണ്ണിൽ നടന്നു വീണ ബാഷ്പ കളങ്ങള് മൈഥിലിയുടെ കൈപ്പത്തിമേൽ ചൂടുവെള്ളമായി വീണ്ടും വീണ് പൊള്ളിച്ചു. സീത അവളെ കെട്ടിപ്പിടിച്ചു വിടാതെ. എന്നിട്ട് സമാശ്വസിപ്പിച്ചു, ത്രിജടേ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ നീയുമാണ്. നിനക്കെന്നെ കാണാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് നീ അപ്പം ഇവിടെ വരണം. ഈ അയോധ്യയിലെ അന്തഃപുരം നിന്നെ എന്നും സ്വാഗതം ചെയ്യും. എന്നോടുള്ള സ്നേഹത്തെ അടിസ്ഥാനമാക്കി നീ ഇവിടെ എന്റെ സഖിയായി താമസിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് മാത്രമാണ് നിന്നോട് യാത്ര പറയുന്നത്. നീയും ഒരു രാജപുത്രിയല്ലേ? എന്തോ ഒരു ഭൂതോദയമുള്ളവളെ പോലെ അല്പസമയം ആലോചിച്ചു നിന്നിട്ട് ജാനകീദേവി ഒരു ആലോചനയും കൂടാതെ പെട്ടെന്ന് രാമേന്ദ്രന്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ മണിമുത്തുമാല ഊരി ത്രിജടയുടെ ഗളത്തിലണിയിച്ചു. അസംഗതമായൊരു പ്രവൃത്തിയാണെന്ന് തോന്നും, പക്ഷെ അത് ചെയ്തു. ഒരു മൃദു മന്ദഹാസം കൊണ്ട് തൂക്കിക്കൊണ്ടാണ് അപ്പൊ രാമേന്ദ്രസ്വാമി ഇതൊക്കെ ശ്രദ്ധിച്ചത്. സീത കാണിച്ചത് തെറ്റല്ല. നാളത്തെ അനുഭവത്തിന്റെ ഒരു സൂചനയാണിത്. ഇന്ന് ഞാൻ ഏകപത്നിവ്രതനാണ്, നാളെ ഞാൻ ബഹുപത്നിവ്രതനായിക്കൂടുന്നില്ല. അന്ന് ആ മാല്യത്തിന് പുനർജീവനം സിദ്ധിക്കും. ഇപ്പൊ അത് ത്രിജടയുടെ കഴുത്തിൽ കിടന്നോട്ടെ. രാമേന്ദ്രൻ അന്തഃപുരത്തിന് വെളിയിൽ കിടന്നപ്പോ ജാമ്പവാനോടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. കരുണാകര മനസ്സിലായി. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ആരാണ് ഈ ത്രിജട? ഇനി ജാമ്പോതിയായി വരേണ്ടവളാണ് അടുത്ത ജന്മം. ജാമ്പവാനെ വിളിച്ചു പറഞ്ഞു, ഹേ ബ്രഹ്മപുത്ര, അങ്ങയോട് ഞാൻ പ്രത്യേകമായി യാത്രയൊന്നും പറഞ്ഞില്ല. അതിലങ്ങ് വിഷമിക്കരുത്. എന്റെ സർവ്വവിജയത്തിന്റെ സൂത്രധാരൻ അങ്ങാണ്. അതിന്റെ ഫലം ദ്വാപരയുഗത്തിൽ അങ്ങക്ക് ലഭിക്കും. അന്നും അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടാവും. അന്ന് അങ്ങയുടെ ഒരു പുത്രി, അവൾ വിഷ്ണുദേവന്റെ പത്നിയായി വരും. അങ്ങ് സന്തോഷമായി പോകൂ. അങ്ങക്ക് സർവമംഗളവും സിദ്ധിക്കട്ടെ. ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ച് ആ മര്യാദ പുരുഷോത്തമൻ തന്റെ കഴുത്തിൽ കിടന്ന ഒരു മണിമാല ഊരി ജാമ്പവാന്റെ കണ്ടത്തിലണിയിച്ചു. ആ ഭക്തനെയും സന്തുഷ്ടനാക്കി യാത്ര അയച്ചു. അതിഥികളും ബന്ധുമിത്രാദികളും എല്ലാവരും പിരിഞ്ഞു. അയോധ്യ ചക്രവർത്തിയായി രാമേന്ദ്രസ്വാമി രാജ്യഭരണം കൈയേറ്റു. ചെങ്കോൽ ധരിച്ചു. കുലഗുരുവിനോടും മന്ത്രിപ്രവരനായ സുമന്ത്രനോടും മറ്റും ആലോചിച്ച് ഭരതനെ യുവരാജാവായും പട്ടാഭിഷേകം ചെയ്തു. ഇനി രാമരാജ്യത്തെക്കുറിച്ചാണ് നമുക്കറിയേണ്ടത്. മാത്രമല്ല ഇതിന് കുറെ പാഠങ്ങൾ പഠിക്കാനുമുണ്ട് നമുക്ക്. കഴിഞ്ഞ 6 കാണ്ഡങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ ചുരുക്കി പറയണമേ. ഉത്തരകാണ്ഡത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്യേഷ്ഠനും അനുജനും അച്ഛനും മകനും അമ്മയും മകനും ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരുന്നാൽ ശ്രേയസ്സുണ്ടാകും, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ. ആരുടെയെല്ലാം അപരാധത്തെ പൊറുക്കണം, ആരോടെല്ലാം പ്രതികാരം വേണം, ബന്ധു ആരാണ്, ശത്രു ആരാണ്, ബന്ധുവിനോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ വളരെ ചമൽക്കാരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഈ കഥയിൽ. ലോകജീവിതത്തിൽ ഒരാൾ മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ട പല പല വിഷയങ്ങൾ. ശ്രീരാമനും ലക്ഷ്മണനും ജ്യേഷ്ഠാനുജന്മാർ, വാലിയും സുഗ്രീവനും അവരും ജ്യേഷ്ഠാനുന്മാർ തന്നെ, രാവണനും വിഭീഷണനും കുംഭകർണനും അവരും ജ്യേഷ്ഠാനുന്മാർ തന്നെ. എന്താ വ്യത്യാസം?
പോരെ, മറന്നു ഞാൻ. ആ ജടായുവും സമ്പാദിയും സഹോദരന്മാരാണ്. തന്റെ ജ്യേഷ്ഠനായ രാമേന്ദ്രൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോ എന്തൊക്കെ കിട്ടിയാലും താൻ നാട്ടിലിരിക്കില്ല, ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിക്കും, കാട്ടിൽ തന്നെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ ലക്ഷ്മണന്റെയും ഭരതന്റെയും പരമനിഷ്കളങ്കത്വം, അത്യപൂർവം അസൂയാവഹം, ആ ഭ്രാതൃസ്നേഹം എത്ര തന്നെ സ്തുതിക്കപ്പെട്ടാലും കൂടുതലാകുമോ? ആവില്ല. അനുജന്മാരുടെ ഏത് അപരാധവും ക്ഷമിക്കാൻ ശ്രീരാമേന്ദ്രൻ തയ്യാറാണ്. അവരുടെ ഏത് അഭീഷ്ടത്തെയും അനുഭവിച്ചു കൊടുക്കാനും ഒട്ടും മടിയില്ല. അങ്ങനെ തന്നെ ജ്യേഷ്ഠന്റെ ഏത് അഭിപ്രായത്തോടും യോജിക്കാനും ഏത് ആജ്ഞയെയും ഗുരുകൽപ്പന പോലെ മാനിച്ച് ശിരസാവഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും 3 അനുജന്മാരും ഒരുപോലെ തയ്യാറായി. അത് പ്രകാരം അവർ ജീവിച്ചിട്ടുള്ളൂ. എന്നാൽ തന്റെ അനുജനായ സുഗ്രീവന്റെ അവിവേകപൂർവമായ ഒരു അപരാധത്തെ അറിയാതെ വന്നുപെട്ടതാണ്. അതുപോലും ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലോ വാലിക്ക്. ഭ്രാതാക്കളായിരുന്നിട്ടുകൂടി രാമനിൽ നിന്ന് സൽഗതി കിട്ടുന്നത് വരെ ശത്രുക്കളായി തന്നെ കഴിഞ്ഞില്ലേ. തന്റെ ജ്യേഷ്ഠനെ വേണ്ട പോലെ കാര്യം മനസ്സിലാക്കിച്ച് സമാധാനിപ്പിക്കാൻ ഉള്ള വിവേകം സുഗ്രീവനുണ്ടായില്ല. അതുകൊണ്ടാണല്ലോ പിന്നീടുള്ള ദുരന്തമൊക്കെ ഉണ്ടായത്. അവിവേകായ അനുജന്റെ അപരാധത്തെ അല്പമൊന്ന് പുറത്തിരുന്നെങ്കിൽ, ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ചിന്തിക്കൂ, ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്റെ അഭിപ്രായത്തിന് യോജിച്ചതല്ല ജ്യേഷ്ഠന്റെ അഭിപ്രായം പ്രവൃത്തി എന്ന കാരണത്താൽ വിഭീഷണൻ നല്ലവനാണ്, സാത്വികനാണ്. പക്ഷേ ശത്രുപക്ഷം ചേരേണ്ടി വന്നില്ലേ. ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണെങ്കിൽ കൂടി തന്റെ ജ്യേഷ്ഠനായ രാവണന്റെ ദൃഷ്ടിയിൽ ആരാ? നോക്കൂ, രാമൻ ആ ഭാവം ഒട്ടുമില്ല. അജാതശത്രുവാണ് രാമൻ, മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ. യുദ്ധകളത്തിൽ ശത്രുവിന്റെ ഒപ്പം നിന്ന് ജ്യേഷ്ഠനെ കൊല്ലിച്ചു എന്നൊരു അപഖ്യാതി വന്നില്ലേ വിഭീഷണൻ. അത് ഒരു അത്യന്തം നീചമായൊരു സൗഭ്രാത്രം അല്ലേ അവിടെ രാവണ വിഭീഷണന്മാരുടെ. പറയാതെ പറ്റില്ല. തന്റെ ജ്യേഷ്ഠന്റെ സേവനത്തിന് വേണ്ടി മാത്രം തന്റെ സർവ്വസുഖങ്ങളും ആഹാര നിദ്രകളും കൂടി ഉപേക്ഷിച്ച് 14 കൊല്ലം കാട്ടിൽ കഴിച്ചുകൂടിയ ലക്ഷ്മണനും ജ്യേഷ്ഠന്റെ അവകാശപ്പെട്ട രാജപദവിയെ താൻ എന്തു വന്നാലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച ആ തപസ്വിയായി കഴിഞ്ഞ ഭരതൻ. ഇതൊക്കെ പരിപാവനമായ സൗഭ്രാത്രത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഫ്രട്ടർണിറ്റി, എന്റെ വിജയധ്വജങ്ങളാണ്. ജ്യേഷ്ഠന്റെ അഭിപ്രായ വ്യത്യാസത്തെ പൊറുക്കാൻ കഴിയാതെ ശത്രുവിനെ കൊണ്ട് സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലിച്ച വിഭീഷണനും ജ്യേഷ്ഠനോട് അല്പം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാൻ തയ്യാറില്ലാത്ത ബാലിയെ കൊല്ലിച്ച സുഗ്രീവനുമൊക്കെ ഭ്രാതൃസ്നേഹത്തിൽ വാസ്തവത്തിൽ ഓരോ കളങ്കമല്ലേ ആണ്. എന്തെല്ലാം അവിവേകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നാൽ കൂടി ജ്യേഷ്ഠാനുജന്മാർ അന്യോന്യം പൊറുക്കല്ലാതെ ഒരിക്കലും ഈ രീതിയിൽ ശത്രുത വെച്ച് പുലർത്തരുത് എന്നാണല്ലോ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. സുഗ്രീവൻ എന്ന അനുജനുണ്ടായിരുന്നില്ലെങ്കിൽ, ബാലിക്കോ വിഭീഷണൻ എന്ന അനുജനുണ്ടായിരുന്നില്ലെങ്കിൽ രാവണനോ ഇത്ര വേഗം മരിക്കേണ്ടി വരുമായിരുന്നില്ല. അല്ലേ? അതെ. എന്നാൽ ജ്യേഷ്ഠാനന്മാർ ബാലി സുഗ്രീവന്മാരെ പോലെയോ രാവണ വിഭീഷണന്മാരെ പോലെയോ അല്ല, രാമ ഭരത ശത്രുഘ്ന ലക്ഷ്മണന്മാരെ പോലെ ആണ് ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ ജടായു സമ്പാദിമാരെ പോലെ. അന്യോന്യം സംഭവിക്കാവുന്ന അപരാധങ്ങൾ മറക്കാനും പൊറുക്കാനും ഒക്കെ അഭിപ്രായങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ തയ്യാറായാൽ ഇതൊക്കെ സാധിക്കും. എങ്കിലേ ആ സൗഭ്രാത്ര സുഖത്തിന്റെ സ്വാദനുഭവിച്ച് ജീവിക്കാനാവും. സുഗ്രീവൻ വിഭീഷണനും രാമേന്ദ്രസ്വാമിയോട് കാണിച്ച ഭക്തിവിശ്വാസങ്ങളുടെ 10-ലൊരംശം ഭക്തിവിശ്വാസങ്ങൾ ഈ സുഗ്രീവനും വിഭീഷണനും അവരവരുടെ ജ്യേഷ്ഠന്മാരോട് കാണിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ലക്ഷ്മണനാകട്ടെ രാമേന്ദ്രനോടുള്ള ഭക്തിവിശ്വാസങ്ങൾ മറ്റാരോടും കാണിച്ചിട്ടില്ല. ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠന്റെ മഹിമകളെ വാഴ്ത്തി പറയുമ്പോൾ സുഗ്രീവനും വിഭീഷണനും അവരുടെ ജ്യേഷ്ഠന്മാരുടെ കുറ്റങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലേ? അതെ. ഇങ്ങനെ അനേകം രീതിയിൽ രാമലക്ഷ്മണന്മാരുടെ അത്യന്ത സുന്ദരമായ സൗഭ്രാത്രത്തെയും ബാലി സുഗ്രീവന്മാരുടെയും രാവണ വിഭീഷണന്മാരുടെയും ഒക്കെ സാഹോദര്യത്തിന്റെയൊക്കെ നീചത്വത്തെയും വ്യക്തമായി കാണിച്ചു വരുന്നുണ്ട്. എന്താ തള്ളേണ്ടത്, എന്താണ് കൊള്ളേണ്ടത്, എന്താണ് നിന്ദ്യം, ഏതാണ് നന്മ, ഏതാണ് തിന്മ കാണിച്ചു വരുന്നില്ലേ? ജ്യേഷ്ഠാനുജന്മാർ രാമലക്ഷ്മണന്മാരെ പോലെ ആയിരിക്കണം. അല്ലാതെ
രാവണ വിഭീഷണന്മാരെ പോലെ ആകരുത്, ബാലസുഗ്രീവന്മാരെ പോലെ ആകരുത്, ജടായു സമ്പാദിമാരെ പോലെ ആകണം. ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്.